Hello everyone. So myself Adarsh Nair. ഞാൻ മെർസിഡീസ് ബെൻസിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ മൈ ഡെസിഗ്നേഷൻ ഇസ് ഏരിയ സെയിൽസ് മാനേജർ ആൻഡ് ഐ ഹാൻഡിൽ സെയിൽസ് ഇൻ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട. സോ ഇത്രയും സ്ഥലത്തുള്ള മെർസിഡീസിൻ്റെ സെയിൽസാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഞാനൊരു ചാനൽ തുടങ്ങുന്നതിനെ പറ്റി കുറേ നാളുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വേറൊന്നുമല്ല, എൻ്റെ ഒരു ഡെയിലി ലൈഫ്, അതായത് ഒരു ഓട്ടോമൊബൈൽ, ഒരു ലക്ഷറി ഓട്ടോമൊബൈൽ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഡെയിലി ലൈഫ്, മോറോവർ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഡക്ട്സ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ റിവ്യൂ, ഇതെല്ലാം ഞാനൊരു ചാനൽ തുടങ്ങി അത് വ്ളോഗാക്കി നിങ്ങളെ കാണിക്കണമെന്ന് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ്. സോ ആ ആഗ്രഹത്തിനെ ബേസ് ചെയ്ത് ഞാൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരാളുണ്ട്. ഇറ്റ്സ് എ മെർസിഡീസ് ബെൻസ്. ഞാൻ മെർസിഡീസ് ബെൻസിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. സോ അതായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം. സോ ആ ആളിനെ ഞാൻ പരിചയപ്പെടുത്താം. നമുക്കപ്പോൾ ആ ആളിൽ നിന്ന് തന്നെ നമ്മുടെ ചാനലിൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. none other than it's the Mercedes-Benz GLS 450D എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് മെർസിഡീസിൻ്റെ ടോപ്പ് എൻഡ് SUV ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയ്ബ മോഡൽസ് അവൈലബിൾ ആണ്. പക്ഷേ മെയ്ബയുടെ തൊട്ട് താഴെ നിൽക്കുന്നവനാണ് ഇവൻ. GLS 450D ഡീസൽ മോഡലാണ്. ഫുൾ സൈസ് 7 സീറ്റർ ലക്ഷറി SUV ആണ് മെർസിഡീസ് ബെൻസിൻ്റെ സ്റ്റേബിളിലുള്ള. ഇവനാണ് SUVകളുടെ രാജാവ് മെർസിഡീസ് ബെൻസിൻ്റെ കൂട്ടത്തിലുള്ള. നമ്മൾ ബാക്കി ബ്രാൻഡ്സ് കമ്പയർ ചെയ്താലും കംഫർട്ടിന് പകരം വയ്ക്കാൻ ഇവനെ വെല്ലാനായിട്ട് വേറെ ആരും ഈ കാറ്റഗറിയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. സോ ഇവനാണ് നമ്മുടെ ആള്. സോ നമ്മുടെ GLSന്റെ പ്രൈസിങ് വരുന്നത് പെട്രോൾ വേരിയന്റിന് ഓൾമോസ്റ്റ് 1,62 lakhs ഓൺ ദ റോഡ് ആൻഡ് ഡീസൽ വേരിയന്റിന് 1,68 lakhs ഓൺ ദ റോഡാണ് നമുക്ക് കേരളത്തിൽ GLSന്റെ പ്രൈസ് വരുന്നത്. ആൻഡ് മന്ത് ഓൺ മന്ത് നമ്മുടെ പ്രൈസിന് വേരിയേഷൻ വരും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓഫേഴ്സ് ഫ്രം മെർസിഡീസ്-ബെൻസ്. ഇവൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു വലിപ്പമാണ് ഇവന്. പക്ഷേ ഇത്രയും വലിപ്പമുള്ള വണ്ടിയായിട്ട് പോലും നമുക്ക് ഒരിടത്തും ഇത് മിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യാനുള്ള വളരെ മികച്ച രീതിയിൽ അവർ ആ ഡിസൈൻസ് എല്ലാം നല്ല രീതിയിൽ മെർസിഡീസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി ഹൾക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവനെ വിളിക്കാം. ആ രീതിയിലുള്ള ഡിസൈൻ എലമെൻസ് ആണ് ഇവൻ്റെ കാണുന്നത്. ബോക്സി ഷേപ്പെന്ന് നമുക്ക് ഒരിക്കലും ഇവനെ വിളിക്കാൻ പറ്റില്ല. ഇവൻ്റെ ബോഡി ലാംഗ്വേജ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ ഫ്ലോയും ലൈൻസും ആണ് ഇവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്, ആ ഒരു ഡിസൈൻ ലാംഗ്വേജ്. ആൻഡ് മെർസിഡീസ് കോളിംഗ് ഇറ്റ് ആസ് സെൻഷ്വൽ പ്യൂരിറ്റി. മെർസിഡീസിൻ്റെ ഇപ്പോഴത്തെ വാഹനങ്ങളുടെ ഡിസൈൻ ലാംഗ്വേജിന് അവർ വിളിക്കുന്ന പേര് സെൻഷ്വൽ പ്യൂരിറ്റി എന്നാണ്. സോ ഇത്രയാണ് ഇവൻ്റെ ഔട്ട്സൈഡ് ഡിസൈനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. നമുക്കിനി പതുക്കെ ഇവൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ GLS എന്ന് പറയുന്നത് കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മോഡലാണ്. അതായത് എക്സ്ട്രീം കംഫർട്ട് ആൻഡ് ലക്ഷറി മെർസിഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് GLS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റ്സിനെക്കാട്ടിയും ഉപരി അവർ റിയർ സീറ്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ GLSൻ്റെ മിഡിൽ റോ സീറ്റ്സ് വരുന്നത്. സോ ഇറ്റ്സ് വെരി സ്പേഷ്യസ്. ഇറ്റ്സ് എ ഫുൾ സൈസ് 7-seater SUV so that 7 people can easily sit inside this cabin. It's designed for that. Even third row seats ആയാൽ പോലും ബാക്കി കാറ്റഗറി വെഹിക്കിൾസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ GLSൽ സ്പേസ് കൂടുതലാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈവൻ ഫ്രണ്ട് സീറ്റ്സിൻ്റെ ബാക്കിൽ 2 സ്ക്രീൻസ് വരുന്നുണ്ട്, AC വെൻസ് വരുന്നുണ്ട്. ഓരോ റോയിലിരിക്കുന്ന പാസഞ്ചേഴ്സിനെയും ഇമ്പോർട്ടൻസ് നൽകി തന്നെയാണ് മെർസിഡീസ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈവൻ തേർഡ് റോയിൽ പോലും ഡെഡിക്കേറ്റഡ് AC വെൻസും കാര്യങ്ങളും എല്ലാം ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവൻ്റെ ബൂട്ടിലേക്ക് പോകാം. സോ ഇതാണ് ഇവൻ്റെ ബൂട്ട്.
രാവിലെ 1-2 ക്ലയൻറ്റ് മീറ്റിംഗ്സും ഓട്ടവും ഡ്രൈവും എല്ലാം കഴിഞ്ഞതുകൊണ്ടാണ് വണ്ടി അധികം വൃത്തിയില്ലാതിരിക്കുന്നത്. പ്ലീസ് ബെയർ വിത്ത് മീ. നമുക്കിനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. സോ സീ ഹൗ ഐ എം ഓപ്പണിംഗ് ദ ബൂട്ട്. ഇറ്റ്സ് ഓൾ ജസ്റ്റ് കൺട്രോൾഡ്. സോ ആമ്പിൾ ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് നമ്മൾ 7 സീറ്റ്സും യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഈവൻ നമുക്ക് ഈ 7th റോ സീറ്റ്സ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. എങ്കിൽ നമ്മുടെ ബൂട്ട് കപ്പാസിറ്റി കുറച്ചുകൂടി ഹയർ സൈഡിലേക്ക് വരും. ഈവൻ നമുക്ക് ഈ സീറ്റ്സ് എല്ലാം ഫോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് 2 സൈഡ്സിലായിട്ട് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ബട്ടൺസ് നമുക്ക് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് നമുക്ക് എല്ലാ സീറ്റ്സും ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ ലൈറ്റ്സ് വരുന്നുണ്ട്, ഹുക്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ എക്യുപ്ഡ്, ഓൾ ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആണ്. ആൻഡ് നൗ ലെറ്റ്സ് ക്ലോസ് ദ ബൂട്ട് ആൻഡ് സീ ഹൗ ഐ എം ക്ലോസിംഗ് ദ ബൂട്ട്. It's all just controlled as I told you earlier. Yes. Beautiful. Now we can move on to the heart of the matter of this car. The hood of this car. We are going to open the hood. Yes. Now you can see how humongous inside the hood. It is well packed. The huge hood contains a 3-liter 6-cylinder diesel mill and it's very well packed. It's well insulated. So this heart of the matter engine produces around 370 bhp of raw power and 750 Newton meters of massive torque band. ഇതാണ് ഈ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നത്. ഓൺ ടോപ്പ് ഓഫ് ദിസ് വി ഹാവ് എ 48 volt മൈൽഡ് ഹൈബ്രിഡ് ബാറ്ററി ടു സപ്പോർട്ട് ദ പവർ ആൻഡ് ആക്സലറേഷൻ ഓഫ് ദിസ് വെഹിക്കിൾ. So that mild hybrid battery alone produces around 20 bhp of power and 200 Newton meters of torque. So നമുക്ക് മനസ്സിലാവും, combined together we are getting around 390 bhp of power and 950 Newton meters of massive torque band from this 3-liter 6-cylinder unit. Oh my god, that's humongous. What more you need from a 7-seater full-size SUV from Mercedes-Benz? Okay, so right now we are in the driving seat. You can see the beautiful cockpit over here. So this is the cockpit of GLS. So you can see the steering wheel. Steering wheel mount ആയിട്ടുള്ള കൺട്രോൾസ് കാണാം. കൺട്രോൾസ് എല്ലാം ടച്ച് സെൻസിറ്റീവ് ആണ്. ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ടച്ച് ആൻഡ് സ്വൈപ്പ് ഫങ്ഷൻസ് ആണ് ഇപ്പോൾ പുതിയ സ്റ്റിയറിംഗ് കൺട്രോൾസിലെല്ലാം വരുന്നത്. അതിനുശേഷം നമ്മുടെ പുതിയ ഡിസ്പ്ലേ കാണാം, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. സോ ദിസ് ഇസ് എ മൾട്ടി പർപ്പസ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഒരുപാട് ഓപ്ഷൻസും കണക്ടിവിറ്റിയും വരുന്ന ഇൻഫോർടൈൻമെൻറ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെർസിഡീസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ കാണുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഡ്രൈവർ ഡിസ്പ്ലേ വെദർ ദർ ഇസ് എ 3-pointed സ്റ്റാർ ഇസ് ബീങ് ഡിസ്പ്ലേഡ്. സോ വണ്ടി ഇപ്പോൾ ഓഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. സോ നമ്മൾ when we are entering the cabin itself, vehicle can sense it and ഈ screens എല്ലാം ഓൺ ആവും. Key should be there in our hand. So this is the key of the vehicle. See, this is the key. So ഇത് നമ്മുടെ ഡെമോ വണ്ടി ആയതുകൊണ്ടാണ് കീയിൽ ഈ ഒരു ടാഗും കാര്യങ്ങളൊക്കെ വരുന്നത്. So this is the key of the car. You have lock, unlock and boot opening function in this key. It's a wireless key. And we have a wireless charging pad over here. We have 2 Type-C fast charging ports, 2 cup holders or bottle holders, you can call it whatever you want. And you have the screen controls over here. അതായത് നിങ്ങളുടെ സ്ക്രീൻ കൺട്രോൾസ് നിങ്ങൾക്ക് ഈ ടാബ് വെച്ചും ചെയ്യാം, അതല്ലാണ്ട് നിങ്ങൾക്ക് ടച്ച് ചെയ്തും ചെയ്യാം. സോ ഇൻ ബോത്ത് വേസ് യു ക്യാൻ കൺട്രോൾ ദ സ്ക്രീൻ ആൻഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. You have the volume control over here, you have the riding modes here, you have the camera activation. All these couple of options are over here. So ഈ വണ്ടിക്ക് വന്നിട്ട് എയറോമാറ്റിക് സസ്പെൻഷനാണ് വരുന്നത്. സോ ഈ ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ സസ്പെൻഷൻ്റെ ഹൈറ്റ് ലോവർ ചെയ്യാനും അപ്പർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ബട്ടണാണ് ഈ കാണുന്നത്. ദെൻ വി ഹാവ് എ സ്റ്റോറേജ് സ്പേസ് ഓവർ ഹിയർ. സോ ദിസ് എ സ്മോൾ കൂളിംഗ് യൂണിറ്റ് where we have a Type-C fast charging unit and couple of storage spaces over here. And we have 2 cup holders or bottle holders at the back. സോ ഇത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ആൻഡ് വി ഹാവ് 3-zone ക്ലൈമറ്റ് കൺട്രോൾ AC. നമുക്ക് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന 2 പാസഞ്ചേഴ്സിന് സെപ്പറേറ്റ് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മിഡിൽ റോയിലിരിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. Now we can start the engine of the car. So here is the push button start.
Yes, the GLS rose to life. ഡീസൽ എഞ്ചിൻ ആയിട്ട് പോലും ഒട്ടും നോയ്സ് ഇല്ലാത്ത വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു 3 ലിറ്റർ ഡീസൽ യൂണിറ്റ് ആണ് Mercedes ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദ ടോപ്പ് സ്പീഡ് എനിവേസ് 250 പ്ലസ്. ആൻഡ് നമുക്കിതിൽ ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് സീറ്റ് ഫംഗ്ഷൻസിനെ പറ്റി പറയാം. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാം Mercedesന്റെ ടിപ്പിക്കലായിട്ടുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഈ ഡോറിൽ കാണുന്നത്. ഈവൻ വി ഹാവ് 3 മെമ്മറി സെറ്റിംഗ്സ് ഓവർ ഹിയർ. വി ഹാവ് വെന്റിലേറ്റഡ് സീറ്റ് ഫംഗ്ഷൻ ആൻഡ് ഹീറ്റഡ് സീറ്റ് ഫംഗ്ഷൻ. നമുക്ക് 2 ഫംഗ്ഷനും നമുക്ക് സീറ്റിൽ Mercedes കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്പീക്കേഴ്സ് ഹിയർ യു ക്യാൻ സീ ഇറ്റ്സ് ബർമസ്റ്ററിന്റെ സബ്വൂഫറോട് കൂടി വരുന്ന 3D സറൗണ്ട് സിസ്റ്റം പ്ലസ് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്, ഡോൾബി അറ്റ്മോസ് ഡീകോഡർ വരുന്ന മ്യൂസിക് സിസ്റ്റം ആണ് നമുക്ക് ഈ വണ്ടിക്കകത്ത് വരുന്നത്. ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ എവ്രിവൺ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഐ എം വർക്കിംഗ് ഇൻ Mercedes-Benz. ഐ എം വർക്കിംഗ് ഇൻ കോസ്റ്റൽ സ്റ്റാർ Mercedes-Benz. സോ ബേസിക്കലി സൗത്ത് കേരള സെയിൽസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കോസ്റ്റൽ സ്റ്റാർസുകാരാണ്. നമുക്ക് വി ഹാവ് എൻ എക്സ്പീരിയൻസ് സെന്റർ ഇൻ കൊച്ചി. ഇന്ത്യയിലെ തന്നെ Mercedesന്റെ പുതിയ ആർക്കിടെക്ചർ പ്രകാരമുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് സെന്റർ നമ്മുടേതാണ്, കോസ്റ്റൽ സ്റ്റാറിന്റെ ആണ്. ആൻഡ് റൈറ്റ് നൗ വി ആർ ഇൻ ട്രിവാൻഡ്രം ഓൾസോ. ട്രിവാൻഡ്രത്ത് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് GLSനെ പറ്റിയോ മറ്റ് Mercedes മോഡൽസിനെ പറ്റിയോ അറിയുവാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. പ്ലീസ് feel free to text or call me in this number which I am given in this. Okay, so thanks everyone. So this will be my first video and this is a very nutshell review of GLS 450D. Then the starting video ആണ് my first. ഇതായിരിക്കും most probably this will be my first video in my channel. So please bear with me. ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ഇൻ-ഡെപ്ത് റിവ്യൂസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ഒരുപാട് പുതിയ പുതിയ എക്സോട്ടിക് ആൻഡ് ലക്ഷറി മോഡൽസ് Mercedesന്റെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തരും. ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ. സീ യു അഗൈൻ.